എല്ലാവർക്കും സ്നേഹവന്ദനം. ബ്ലസ് അബുദാബിയിൽ ഞങ്ങളെ ക്ഷണിച്ച ഭാരവാഹികൾക്ക് ഹൃദയംഗമായ നന്ദിയെ ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇത്തരത്തിലൊരു യോഗം ഈ രാജ്യത്തിൽ നടക്കുന്നതിൽ എൻ്റെ ഹൃദയം വളരെ സന്തോഷിക്കുക. 1971 ഈ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് സുവിശേഷവുമായി. അന്ന് കപ്പലിലാണ് ഞാൻ യാത്ര ചെയ്ത് കടന്നു വന്നത്. ഇന്നത്തെ ബിൽഡിങ്ങുകളൊന്നുമുള്ള കാലങ്ങളല്ല. ആളുകൾ കൂടാരങ്ങളിൽ, ടെൻറ്റുകളിൽ പാർക്കുന്ന സമയം, ഒട്ടകങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയം, ഓരോരുത്തർക്കും പല ഭാര്യമാരുമായി നടക്കുന്നത് കണ്ട ആ രാജ്യം എന്തോ ഒരു മാറ്റം. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞങ്ങളുടെ TV പ്രോഗ്രാം കണ്ടിട്ടുള്ള ആരെങ്കിലും അകത്തുണ്ടോ? നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തി കാണിക്കാം. പവർ വിഷനിലോ ഹാർവെസ്റ്റിലോ ഏതെങ്കിലും പ്രോഗ്രാമുകളിൽ. താങ്ക് യു. ഗാഡ് ബ്ലസ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. റോമക്കാരുടെ ഭരണസമയങ്ങളിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന പല രീതികളുണ്ടായിരുന്നു. ഒന്ന് ക്രൂശീകരണം. ക്രൂശീകരണം അതിനൊരു 4 വിധമായ കാര്യങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. 4 വിധമായ ക്രൂശ്. ഒന്ന് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഉള്ള ക്രൂശ്. മറ്റൊന്ന് T മോഡലിൽ ഉള്ള ക്രൂശ്. മൂന്നാമത് X മോഡലിൽ ഉള്ള ക്രൂശ്. നാലാമത് 25, 50, 100 കുറ്റവാളികളുണ്ടെങ്കിൽ അവരെ കാട്ടിലേക്ക് കൊണ്ടുപോകും. കുറിയ തടികളെ മാത്രം തോളിൽ ചുമന്നുകൊണ്ട് ആ നീണ്ടു നിൽക്കുന്ന മരങ്ങളിൽ കുറിയ തടിയെ ആണികൊണ്ട് അടിച്ചിട്ട് ആ മരത്തിൽ അതിനെ തന്നെ ക്രൂശായിട്ട് ഉപയോഗിക്കും. ഇങ്ങനെ ക്രൂശിക്കുക എന്നതും, ക്രൂശിച്ച് കഴിയുന്ന വ്യക്തികളെ അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കുകയോ അടക്കം ചെയ്യുന്നത് സർവ്വസാധാരണയായിരുന്നു. എന്നാൽ മരിക്കുന്നവരാരും ഇന്നുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അത് സാധാരണയല്ല, അത് അസാധാരണമാണ്. നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവനായി, പിശാചിനെ ജയിച്ചവനായി, ലോകത്തെ ജയിച്ചവനായി, സകല സാമ്രാജ്യത്തെയും ജയിച്ചവനായി, രാജാതി രാജാവായി പിതാവിൻ്റെ വലതുഭാഗത്തിൽ അവരിന്നും ജീവിക്കുന്നു. സകല ദൂതന്മാരും, സകല ശക്തികളും, സകല അധികാരങ്ങളും ഇന്ന് ഈ യേശുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം ലാസ്റ്റ് വചനം നമുക്ക് വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം ലാസ്റ്റ് വചനം. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വർഗത്തേക്ക് പോയി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇതുവരെ നമ്മൾ വിശ്വസിക്കും, നമ്മൾ മനസ്സിലാക്കും, നമുക്ക് വേണ്ടി യേശു മധ്യസ്ഥത ചെയ്യുന്നു. എന്നാൽ പത്രോസിന്റെ വിശ്വാസം ഇതല്ലായിരുന്നു. ഇതിനേക്കാൾ അതികവിയുന്ന ഒരു വിശ്വാസമായിരുന്നു. അടുത്ത് വായിക്കാം. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും ഈ യേശുവിന് ഇന്ന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പത്രോസ് ജയിലിൽ, കാരാഗൃഹത്തിൽ അടച്ചിട്ടിരുന്നപ്പോഴും തൻ്റെ മരണത്തിൻ്റെ ദിനങ്ങൾ കുറിച്ചു എങ്കിലും സുഖമായി ഉറങ്ങിയ കാരണം തനിക്കറിയാം, ദൂതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. ഗലീല കടൽപ്പുറത്ത് വെച്ച് യേശു പറഞ്ഞു, പത്രോസേ, നീ ഇന്ന് യൗവനക്കാരനാണ്, നീ വാർദ്ധക്യത്തിലെത്തും. അന്ന് നിന്റെ അരകെട്ടുവാൻ മറ്റൊരുത്തൻ ആവശ്യപ്പെടും. നീ ഇങ്ങോട്ട് പോകുവാൻ ആഗ്രഹിക്കും, അവർ നിന്നെ അങ്ങോട്ട് നടത്തും. പത്രോസ് ഒന്ന് മനസ്സിലാക്കി, ഈ അധികാരിയുടെ വാളിനാൽ എന്നെ മരണത്തിലേക്ക് നയിക്കുവാൻ സാധ്യമല്ല. ഇപ്പോഴല്ല എൻ്റെ മരണം, എനിക്ക് ഇനിയും പ്രവർത്തിപ്പാൻ ആണ്ടുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൂതൻ ഇറങ്ങി വന്നു, ആ ജയിലറകളെ തുറന്നു, പുറത്തു കൊണ്ടുപോയി. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ തെക്കുഭാഗത്ത് ഒരു നല്ല ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളരുവാനുള്ള ഭാഗ്യം എനിക്ക് നൽകി. നല്ല ഭക്തിയുള്ള കുടുംബമായിരുന്നു. എന്നാൽ എൻ്റെ ചെറുപ്രായത്തെ ദൈവത്തെ അറിയണം, ദൈവത്തിനായി ജീവിക്കണം എന്നുള്ളൊരു ആഴമായ ഭാരം ദൈവൻ്റെ ഹൃദയത്തിൽ തന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ 5 മക്കളാണ്.
അതിൽ മൂത്ത പൈതൽ 12ാമത്തെ വയസ്സിൽ മരിച്ചു. അതിനെ അടക്കം ചെയ്ത് ഭവനത്തിൽ വന്നപ്പോൾ കണ്ട കാഴ്ച, അന്ന് തന്നെ 8 വയസ്സ് പ്രായമുള്ള അടുത്ത കുഞ്ഞു മരിച്ചു കിടക്കുകയാണ്. അതിനെയും അടക്കം ചെയ്തു. ചില മാസം കഴിഞ്ഞപ്പോൾ 3ാമത്തെ പൈതൽ 6 വയസ്സ്, അതും മരിച്ചു. ഞങ്ങളുടെ ജന്മഭൂമികൾ, പുരയിടങ്ങൾ, നിലങ്ങൾ, തെങ്ങും തോപ്പുകൾ അപഹരിച്ചെടുക്കുവാൻ മന്ത്രവാദ ശക്തിയാൽ കുടുംബത്തെ നശിപ്പിപ്പാൻ ആ ശക്തി കുടുംബത്തിൽ ഓരോ അംഗങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതിനാൽ എൻ്റെ പിതാവ് എന്നെ ആഴമായി സ്നേഹിച്ചു. ഞാൻ കണ്ടാൽ എൻ്റെ പിതാവിനെ പോലെ, എൻ്റെ ബ്രദർ എൻ്റെ മമ്മിയെ പോലെ എവിടെ പോയാലും കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെ വളർന്നു വരുന്ന സമയത്താണ് സുവിശേഷത്തിൻ്റെ വേലയ്ക്കായി ദൈവം എന്നെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൊച്ചുപ്രായത്തിൽ പല ആഗ്രഹം ഉണ്ടായിരുന്നു. ധാരാളം പണം സമ്പാദിക്കണം, കഷ്ടപ്പെടാതെ സുവിശേഷ വിലയണം. 66-ൽ തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാനായി കടന്നുപോയി. ഇന്ന് കൊച്ചു വണ്ടികളുണ്ട്. അന്നത്തെ വണ്ടിയെല്ലാം ഫോർഡ്, ഷവർലെറ്റ്, അംബാസഡർ, മുമ്പുള്ള ലാൻഡ് മാസ്റ്റർ വണ്ടി, പഴയ വണ്ടികൾ. ഡീസൽ വണ്ടികളൊന്നുമില്ല, പെട്രോൾ വണ്ടിയേ ഉള്ളൂ. 16,000 രൂപ ഒരു പുതുവണ്ടി. അതിനെ പഠിക്കുക, ഡ്രൈവിംഗ് പഠിക്കുക. എൻ്റെ കാല് ആക്സിലേറ്ററിലും ബ്രേക്കിൽ എത്തത്തില്ല. എന്നെ പഠിപ്പിച്ച അധ്യാപകൻ 2 തലയണ പുറകിലിട്ട് എന്നെ തള്ളിയിരുത്തി ഡ്രൈവിംഗ് പഠിച്ചു. ലൈസൻസ് കയ്യിൽ വാങ്ങി. ഒരാഗ്രഹം, നല്ലൊരു ടാക്സി ഓടിച്ച് കാശുണ്ടാക്കണം. ഉണ്ടായതിനു ശേഷം അശോക് ലൈലൻഡ് ലോറി മേടിച്ച് ഓടിക്കണം, അതിന് ഇന്ന പേരിടണം. ഇതെല്ലാം തീരുമാനിച്ചു. ഈ സമയത്താണ് ഒരു പ്രായമുള്ള അമ്മച്ചിയിൽ കൂടെ, പൗലോസേ, നിന്റെ പല ആഗ്രഹങ്ങൾ ഞാൻ കാണുന്നു, നീ എൻ്റെ വേലയ്ക്കായി ഇറങ്ങണം. വിളിയുണ്ടായി. ദൈവത്തിൻ്റെ വേലയെ ഇവിടെ കവിഞ്ഞ മറ്റൊരു വേല ലോകത്തിലില്ല. യേശു പറഞ്ഞു, നിങ്ങൾ ഒരു ഭവനത്തിൽ, ഒരു ഗ്രാമത്തിൽ, ഒരു പട്ടണത്തിൽ കടന്നു പോയാൽ നിങ്ങളവിടെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ പട്ടണമോ ഗ്രാമമോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ പാദത്തിൽ പറ്റിയ പൊടി തട്ടിക്കുടഞ്ഞാൽ മതി. ആ പൊടി ന്യായവിധി ദിവസത്തിൽ സംസാരിക്കും. എന്തോ ഒരു ഭാഗ്യമാണ്. നിങ്ങൾക്കാരെങ്കിലും കുടിപ്പാൻ ഒരു പാനപാത്രം വെള്ളം തന്നാൽ വെറും ആ കുടുംബത്തിന് തരുന്ന വ്യക്തിക്ക് അനുഗ്രഹം ഉണ്ടാകും. എന്തോ ഒരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അനേക ചോദ്യങ്ങൾ. എൻ്റെ ചെറുപ്രായത്തിൽ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയാൽ ഭാവി എന്തായിത്തീരും? ഒരുപക്ഷെ എൻ്റെ പിതാവിനെ അനുവദിക്കുന്നില്ലെങ്കിൽ എന്തായിത്തീരും? എൻ്റെ പിതാവിനോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു. പിതാവ് പറഞ്ഞു, മകനെ, ഞാൻ വളരെ വൃദ്ധനായി, എപ്പോൾ മരിക്കും അറിയത്തില്ല. എനിക്കൊരു അന്തിമ അഭിലാഷമുണ്ട്. ഞാൻ മരിക്കുമ്പോൾ നിന്നെ കാണണം, നിന്റെ കൈകൊണ്ട് വെള്ളം കുടിച്ചെനിക്ക് മരിക്കണം. അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്, അതിനുശേഷം പോ. സുവിശേഷ വിലയ്ക്ക് വേണ്ടി പോകണ്ടെന്ന് പറഞ്ഞില്ല. എൻ്റെ ഹൃദയത്തിൽ ഒരു ഉന്തുതൽ. അതുവരെ വെയിറ്റ് ചെയ്താൽ പിതാവ് എപ്പോൾ മരിക്കും ആർക്കറിയാം? ഒരുപക്ഷെ പിതാവിന് മുമ്പ് ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യും? ഇതെൻ്റെ എനിക്കുള്ള ടെസ്റ്റ് ആണെന്ന് മനസ്സിലായി. പിതാവിൻ്റെ പെർമിഷൻ ഇല്ലാതെ പോയാൽ ഞാൻ ജനിച്ചു വളർന്ന വീട് ഒരു നാളും എനിക്ക് അതിന് തുറക്കത്തില്ല. എനിക്കറിയാം. എനിക്ക് വരേണ്ട ജന്മഭൂമി, സ്വത്ത്, പുരയുടെ നിലങ്ങൾ, ഒരു സെന്റ് പോലും പിതാവ് തരത്തില്ലെന്ന് എനിക്കറിയാം. ഇത് രണ്ടിനെയും സ്വമനസ്വീകരിച്ചുകൊണ്ട് ഒരു ഇരുമ്പ് പെട്ടി, ഒരു ട്രങ്ക് പെട്ടി, അകത്തെല്ലാം പാക്ക് ചെയ്തു വീട് വിട്ട് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങാനായി തീരുമാനിച്ചു. അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, പൗലോസേ, നീ പപ്പയോട് പറഞ്ഞിട്ടേ പോകാവൂ. അത് പറയുന്ന ബസ് വരുന്ന സൗണ്ട് കേട്ടു. പെട്ടി വെങ്ങാൻ റോഡിലേക്ക് ഇറങ്ങി. ബസ് വന്നു, കൈ കാണിച്ചു. അവിടെ കുറച്ച് ബന്ധിപ്പുണ്ടായിരുന്നു. ആ ബസ്സിൽ ഞാൻ കയറി. ലാസ്റ്റിലെ ഞാൻ കയറിയത്. എന്നോടുകൂടെ ആരോ കയറുന്നത് പോലെ തോന്നി. പുറകിൽ നോക്കി, പപ്പ കൂടെ കയറുക ബസ്സിൽ, അതേ ബസ്സിൽ. ഞാൻ ചോദിച്ചു, സംസാരിക്കാൻ ടൈമില്ല. പപ്പ എവിടെ പോവാ? പറഞ്ഞു, മോനെ, നീ എവിടെ പോകുന്നു? ഞാനും ചേർന്ന് വരിക. ഇനി നീ ഇല്ലാതെ എന്തിനാ ഞാൻ വീട്ടിൽ ഇരിക്കും? ഞാൻ പറഞ്ഞു, പപ്പ, ഞാൻ വടക്കേണ്ടിക്ക് പോവാ. അതിനെന്താ ഞാനും കൂടെ വരാം. എന്ത് ചെയ്യാനൊക്കും? ആ ട്രങ്ക് പെട്ടി കൊണ്ട് ഞാൻ അകത്ത് കയറി. പപ്പയും കൂടെ അതേ ബസ്സിൽ കയറി. പുറവശത്തെ ഡോറിൽ കൂടെ. മുൻഭാഗത്ത് ഡ്രൈവർ അടുക്കൽ കണ്ടക്ടർ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ഒരു ടിക്കറ്റ് എനിക്ക് മേടിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ പുറകു ഭാഗത്ത് വന്നു. പപ്പയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ പോകണം പോറ്റി? എനിക്കറിയത്തില്ല, മോൻ അറിയാം. ഉറച്ചു പറയുക, ഞാൻ കേൾക്കാൻ വേണ്ടി പറയും. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുക. കണ്ടക്ടർ പറഞ്ഞു, പോറ്റി, ടിക്കറ്റ് എടുത്ത് ദൈവം യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ബസ് വിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞതും പപ്പയ്ക്ക് പരിവേഷമുണ്ടായി. ഞാൻ ഇറങ്ങത്തില്ല, ഞാൻ ബസ് വിട്ട് ഇറങ്ങത്തില്ല, ടിക്കറ്റ് മോനെടുക്കും. കണ്ടക്ടർ ഒറ്റ ബെല്ലടിച്ചു. ഡ്രൈവർ റോഡിൻ്റെ നടുക്ക് ബസ്സിനെ ചവിട്ടി നിർത്തി. ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. ആ ബസ്സിൻ്റെ കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിന്ന പപ്പയെ വിരൽ ഒന്നൊന്നായി തുറന്നെടുത്തുകൊണ്ട് പുറവശത്തെ ഡോറിൽ കൂടെ തള്ളി റോഡിലിട്ടു. ഡബിൾ ബെല്ല് കൊടുത്തു.
അനേക ചോദ്യങ്ങൾ. ഈ പപ്പയെ നീ ജീവിതത്തിൽ കാണുമോ? സുഖമായി പോയി എത്തിക്കാണുമോ? അനേക കേൾവികൾ. കേൾവിക്കെല്ലാം മറുപടി എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. പൗലോസേ, നിന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഭവനത്തിൽ കൊണ്ടുവരും എന്നുള്ള ശബ്ദം കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ യേശു പറഞ്ഞു, ഇപ്പോൾ കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. യേശുവിനെ അനുഗമിക്കുന്നതിനാൽ പലതും നഷ്ടപ്പെടേണ്ടി വന്നാൽ, ബന്ധുക്കൾ നിങ്ങൾക്ക് എതിരായാൽ, നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിനെ എൻ്റെ മാതാവ് സ്വീകരിച്ച കാരണത്താൽ നല്ല മനോഹരമായ വീട്ടിൽ നിന്നും എൻ്റെ പിതാവ് മമ്മിയെ അടിച്ച് മുടിയിൽ വലിച്ചഴച്ച് പബ്ലിക് റോഡിൽ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴച്ചു, ദേഹമെല്ലാം മുറിവേൽപ്പിച്ചു, നിന്നെ നഗ്നിയാക്കി നീ പോകുന്ന ചർച്ച് വരെ കൊണ്ടുപോയി നിന്നെ പരിഹസിക്കുമെന്ന് പറഞ്ഞു. ഈ വിശ്വാസത്തെ വിടാതെ നടുറോട്ടിൽ എന്നെയും എൻ്റെ ജ്യേഷ്ഠനെയും മാറോടണച്ച് അണ്ണാന്ന് നോക്കി പറഞ്ഞു, മക്കളെ, ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു പിതാവില്ലെങ്കിലും നിങ്ങൾക്കൊരു പിതാവ് സ്വർഗത്തുണ്ട്. ആ പിതാവ് മതി നമ്മെ നടത്താൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നമുക്ക് ആരും കൂടെ ഇല്ലെങ്കിലും ഈ യേശു മാത്രമുണ്ടെങ്കിൽ മതി. അവൻ നമ്മെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. പ്രവർത്തിക്കാനായി ഞങ്ങൾ ബാംഗ്ലൂരിൽ കടന്നുപോയി. അവിടെ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആദ്യത്തെ പ്രാവശ്യം ജയിലിൽ പോകുമ്പോൾ അല്പം നെർവസ് ഉണ്ടാവും. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ഈ ഡിസംബർ ജനുവരി മാസത്തിൽ നമ്മൾ കേരളക്കാരല്ലേ, കുളിക്കാനായിട്ട് ആറ്റിലോ കുളത്തിൽ പോയാൽ വെള്ളം തണുപ്പായിരിക്കും. അവിടെ കുത്തിയിരിക്കും കൊച്ചു പിള്ളേർ. കുളിക്കണോ കുളിക്കണ്ടോ ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ആദ്യം ഒരു അടിയോ ഒരു ഇടിയോ ജയിൽവാസം കിട്ടുമ്പോൾ ഒരു നെർവസ്, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നോർമലായിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കോസ്റ്റ് ടൗണിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 4-5 കിലോമീറ്റർ വരും ബാംഗ്ലൂർ മെജസ്റ്റിക് ഏരിയയിൽ. റോഡെ നടത്തിക്കൊണ്ട് പോവുകയാണ്. കുറ്റമെന്ത് ഞങ്ങൾ പ്രസംഗിച്ചു, അതാണ് കാരണം. ഒരു കൂട്ടം ചെറുപ്പക്കാർ കടന്നു വന്നു. കർണാടക ഭാഷയിൽ പ്രസംഗം നിർത്താൻ പറഞ്ഞു. അവിടെ ഭാഷകൾ മനസ്സിലായില്ല. അടുത്തു വന്നു, അടി ആരംഭിച്ചു. അത് നല്ലവണ്ണം മനസ്സിലായി. സ്തോത്രം. ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും അനുഭവത്തിൽ വന്നത് അപ്പോഴായിരുന്നു. മെജസ്റ്റിക് ഏരിയ കൊണ്ടുപോയി കമ്പി വഴിയെ വിരിച്ചു, അകത്ത് കയറ്റി തള്ളി ഉന്തിയിട്ടു അടച്ചു. അതിനകത്തുള്ള നാറ്റം ഇതെല്ലാം അനുഭവിച്ചാലേ അറിയാവൂ അതിൻ്റെ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവമൈതലേ, നിങ്ങളെ വിളിച്ചപ്പോൾ യേശുവിന് വേണ്ടി വിശ്വസിപ്പാൻ മാത്രമല്ല, അവൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടെ വരം നൽകി വിളിച്ചിരിക്കുകയാണ്. ആ പാക്കേജിൽ ഇതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഒരിക്കൽ ഞാൻ അമേരിക്കയിൽ പോർട്ട്ലൻഡ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നും ഹ്യൂസ്റ്റൺ പട്ടണത്തിലേക്ക് ഫ്ലൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കോൺഫറൻസിൽ സംസാരിക്കാൻ. കർത്താവിനോട് പൗലോസ്, ആളുകൾ വിശ്വസിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഇനി കഷ്ടപ്പെടണ്ട, അവരുടെ പാപത്തിന് വേണ്ടി കഷ്ടപ്പെടണ്ട, പരിഹാരമായി ഞാൻ എല്ലാം ക്രൂശിൽ വഹിച്ചു. എന്നാൽ ദൈവരാജ്യപ്രകാരം ജീവിക്കുന്നതിനാൽ, ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിനാൽ ഭൂമിയിൽ കഷ്ടം സഹിക്കേണ്ടി വരും. അശരീരിയായി എന്നോട് സംസാരിപ്പാൻ ആരംഭിച്ചു. എൻ്റെ ആത്മീയ കാതോട് ഞാൻ ട്യൂൺ ചെയ്തു. കർത്താവിനോട് പറഞ്ഞു, അതിന് എക്സാമ്പിളായി എന്നോട് പറഞ്ഞു, പൗലോസേ, ശൗലിനെ ഞാൻ വിളിച്ചപ്പോൾ അനന്യാസിനോട് പറഞ്ഞു, ശൗൽ ഒരു തെരിഞ്ഞുകൊണ്ട പാത്രം, എൻ്റെ നാമത്തെ ജാതികൾക്കും യഹൂദന്മാർക്കും രാജാക്കൾക്കും മധ്യേ വഹിപ്പാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം. അതുകൊണ്ട് നിർത്തിയില്ല. എൻ്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം സഹിക്കും, കഷ്ടം സഹിക്കുമെന്നത് ഞാൻ അവനെ കാണിക്കും. നിങ്ങളുടെ മിനിസ്ട്രി ഒരു ലോക്കൽ മിനിസ്ട്രി എങ്കിൽ നിങ്ങൾക്ക് വരുന്ന കഷ്ടപ്പാടുകൾ, നിന്ദകൾ, പ്രയാസങ്ങൾ ലോക്കലായിരിക്കും, ചെറുതായിരിക്കും. നിങ്ങളുടെ കോളിംഗ് ഒരു ഹൈ കോളിംഗ് ആണെങ്കിൽ, അതൊരു ഇന്റർനാഷണൽ കോളിംഗ് ആണെങ്കിൽ, നിങ്ങൾക്ക് വരുന്ന കഷ്ടങ്ങളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വലുതായിരിക്കും. എന്നാൽ കഷ്ടം സഹിച്ച് ജയിച്ചവൻ അജയാളിയായ യേശു നിങ്ങളെ താങ്ങുവാൻ മതിയായവനാണ്. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ഇന്നും അബ്രഹാമിനെ പരീക്ഷകൾ നിങ്ങളെ പരീക്ഷിക്കാം. ഒരിക്കൽ ലണ്ടനിൽ
ഒരു കോൺഫറൻസിൽ എന്നെ ക്ഷണിക്കുകയായിരുന്നു. എല്ലാം വെള്ളക്കാരാണ്. ആ കോൺഫറൻസിൽ പോകാനായി ഞാൻ ഹിദ്രോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, പൗലോസ്, ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ ആളുകൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐ ആം ലോങ്ങിങ് ടു സെൻഡ് റിവൈവൽ വിത്ത് എ കണ്ടീഷൻ. I tune my spiritual ears to hear what he wants to speak to me. കർത്താവിനോട് പറഞ്ഞു, അബ്രഹാമിനെ ഞാൻ ശോധിച്ചതുപോലെ ഇന്നും അനേകരെ ഞാൻ ശോധിക്കും. എന്നാൽ അവിടെ മക്കളെ ബലി കഴിക്കാനല്ല, അതിന് ഈക്വലായുള്ള ഒരു പ്രൈസ് അവർ കെട്ടിവെക്കേണ്ടി വരും. ഞാനാണ് സംസാരിക്കുന്നു എന്നവർ മനസ്സിലാക്കി എൻ്റെ ശബ്ദത്തെ ആര് അനുസരിക്കുമോ കേൾക്കുന്നവരല്ല. Many people hear God's voice, but very few people obey God's voice. You hear me? Not many people hear, but very few people obey. എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ ചോദിക്കും, ആര് എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുസരിക്കുമോ അവരെ തീ കത്തിപ്പാൻ ജ്വാലയായി ഞാൻ ഉപയോഗിക്കും. ദൈവ പൈതലേ, നീ എപ്പോഴെങ്കിലും ദൈവശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് അനുസരിക്കണം, മറുതലിക്കരുത്, അനുസരിക്കണം. ഈ നാളുകളിൽ ദൈവം നോക്കുന്നത് വലിയ ബ്രഹ്മാണ്ഡ ആളുകളെയല്ല, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണുകൾ ഇങ്ങ് ഊടാടിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ രാജസ്ഥാന്റെ പ്രദേശങ്ങളിലായിരുന്നു, ബീഹാറിന്റെ പ്രദേശങ്ങളിലായിരുന്നു, നേപ്പാളിന്റെ പ്രദേശങ്ങളിലായിരുന്നു. 1971 സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ ഗൾഫ് രാജ്യത്തിൽ കടന്നു വരുന്നത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പ്രൊജക്ടർ വാങ്ങിയാൽ നമ്മുടെ ഭാരതത്തിലെ ആളുകൾക്ക് സുവിശേഷം അറിയിക്കാൻ ഒരു മീഡിയമായിട്ട് തീരും. ആമേൻ. അന്ന് പ്രൊജക്ടറെല്ലാം ഉള്ള കാലം. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ എവരിത്തിങ് ബിക്കം ഈസി. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പൗലോസ് ബ്രദറെ, നീ ഭാരപ്പെടേണ്ട, പ്രൊജക്ടർ വാങ്ങാൻ ഒരു വഴി പറഞ്ഞു തരാം. ലോകത്തിലുള്ളതിലേക്ക് വെച്ചും ഏറ്റവും രക്തത്തിന് വിലയുള്ള സ്ഥലം കുവൈറ്റാണ്. അവിടെ നല്ല പണവുമുണ്ട്. നീ രക്തബാങ്കിൽ പോയി കുറേ രക്തം കൊടുത്താൽ ധാരാളം പണം തരും. ഞാൻ ഓർത്തു, അതിനെന്ത് കഷ്ടം. ഒരു നേഴ്സ് വരും, ഒരു ടെസ്റ്റ് ട്യൂബ് കൊണ്ട് ടെസ്റ്റ് ട്യൂബ് നിറച്ച് രക്തമെടുക്കും, കയ്യിൽ ധാരാളം പണവും തരും. ഞാൻ യാത്ര ചെയ്ത കപ്പലിൽ എൻ്റെ ക്യാബിൻ ഏറ്റവും പുറകിലാണ്. ഏറ്റവും ഫ്രണ്ടിലും പുറകിലുമായിരിക്കും അധികം ഷേക്ക്. അങ്ങനെ ഷേക്ക് ചെയ്ത്, ആ പ്രൊപ്പല്ലറിൻ്റെ മുകളിലായിരുന്നതുകൊണ്ട് ഷേക്ക് ചെയ്ത് ഞാനിങ്ങനെ ഛർദിലെടുത്ത് ക്ഷീണിച്ച് അവശനായി കപ്പലിലേക്ക് കിടക്കുക. ഞാൻ ബ്ലഡ് ബാങ്കിലേക്ക് കടന്നു പോയി. ഞാൻ എന്നോട് ഡോക്ടർ ചോദിച്ചു, എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞു, ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനാണ് വന്നത്, ഞാൻ കാശ് മേടിക്കാനാണ് പോയത്. എന്നെ കീഴ്മേലെ നോക്കിയിട്ട് പറഞ്ഞു, രക്തം വേണ്ട, വന്ന വഴിക്ക് പോകാൻ പറഞ്ഞു. എൻ്റെ ചിന്തയെല്ലാം ഒരു ടെസ്റ്റ് ട്യൂബിൽ നേരത്തെ രക്തം എടുക്കും. പിറ്റേ ദിവസം അതേ രക്തബാങ്കിൽ പോയി പുറത്ത് നോക്കി, ഇന്നലത്തെ ഡോക്ടറാണോ വേറെ ഡോക്ടറാണോ? വേറെ ഡോക്ടറാണ്. ഒരാശ്വാസമായി. അകത്ത് പോയി ഇരിക്കാൻ പറഞ്ഞു. എന്ത് വേണം? രക്തം ഡൊണേഷൻ ചെയ്യാമെന്ന്. രക്തമെടുത്ത് ടെസ്റ്റ് ചെയ്തു. നേഴ്സിനോട് ചോദിച്ചു, എന്ത് ഗ്രൂപ്പാണ്? നേഴ്സ് പറഞ്ഞു, എ പോസിറ്റീവ്. ഡോക്ടർ പറഞ്ഞു, ഇത് കോമൺ ബ്ലഡാണ്, എല്ലാ ആൾക്കാരും. ഈ ഗ്രൂപ്പിൽപ്പെട്ട രക്തം ഈ രക്തബാങ്കിൽ സ്റ്റോക്ക് ധാരാളം ഇരിപ്പുണ്ട്, അതുകൊണ്ട് എടുക്കേണ്ടത്. രക്തത്തെ ഗ്രൂപ്പ് മാറ്റാൻ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്തത്തിൻ്റെ ഗ്രൂപ്പ് മാറ്റിയേ വിറ്റേനെ. എൻ്റെ ആവശ്യകത ദൈവത്തിനറിയാം. ലീവ് കിട്ടാൻ വലിയ പ്രയാസം. കപ്പലിൽ നിന്നും അവിടുത്തെ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ വാങ്ങി പിറ്റേ ദിവസം 3ാമത്തെ പ്രാവശ്യം അതേ ബ്ലഡ് ബാങ്കിലേക്ക് പോവുകയാണ്. അന്ന് 3ാമത്തെ ഡോക്ടർ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ആ ലെറ്റർ കാണിച്ചു. ആ സോഫയിൽ പോയി കിടക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ കിടന്നു. ഒരു നേഴ്സ് വരുന്നു, ഒരു പ്ലാസ്റ്റിക് സഞ്ചി. എൻ്റെ ദൈവമേ, എൻ്റെ ബെഡിൻ്റെ കീഴേ കെട്ടിയിട്ടു, കയ്യിൽ സൂചി വെച്ചു. നേഴ്സ് അങ്ങ് പോയി. ഇത് 2, 4, 6, 8, 10 രക്തമൊഴുകി. പിന്നെ രക്തത്തിൻ്റെ ഫ്ലോ കുറഞ്ഞു. നേഴ്സ് ഒന്ന് പറഞ്ഞു, പൗലോസ്, സോറി ജെന്റിൽമാൻ, യു നീഡ് ടു പമ്പ് യുവർ ഹാൻഡ്, ദെൻ ഓൺലി ദ ബ്ലഡ് കം ഫ്രം യുവർ ഹാർട്ട്. എനിക്ക് കാര്യം മനസ്സിലായി. ഇനി കുറച്ച് രക്തമേ ഉള്ളൂ ചങ്കിൽ, അതുകൂടെ വരണമെങ്കിൽ കൈ പമ്പ് ചെയ്യണം. സാത്താൻ പറഞ്ഞു, പൗലോസ്, നിന്റെ ആ പീസ് പൂട്ടാൻ പോവാ, നിന്റെ ശവം പോലും നാട്ടിക്കൊണ്ടുപോകത്തില്ല. ഞാൻ പറഞ്ഞു, സാത്താനെ, അനേകർക്ക് കൊടുക്കാൻ പലതുണ്ട്, എനിക്കെൻ്റെ ജീവനല്ലാതെ മറ്റൊന്നല്ല. ഒരുപക്ഷെ ഈ രക്തം കൊടുക്കുന്നതിനാൽ എൻ്റെ ശവം എൻ്റെ ബന്ധുക്കൾ കണ്ടില്ല എങ്കിലും കുവൈറ്റിലെ മണ്ണിൽ പുതയ്ക്കേണ്ടി വന്നാലും ഞാൻ കൃതാർത്ഥനാണ്. ഞാൻ ഒന്ന് വിളിച്ചു പറയും, ഈ പണം ദുർവിനിയോഗം ചെയ്യരുത്, എൻ്റെ ജീവൻ്റെ വിലയാണ്. ഏതെങ്കിലും ഒരു സുവിശേഷ വേലക്കാരന് ഈ പണം കൊടുത്ത് ഒരു പ്രൊജക്ടർ വാങ്ങി എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ ഭാരത മണ്ണിൽ കാണിക്കണം. ബ്രദർ,
ആ പ്രൊജക്ടർ ഉപയോഗിച്ച് കാണിച്ച പടം അന്ന് പറഞ്ഞ എത്ര വയസ്സ് വരും? ഇദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഞാൻ ആ പ്രൊജക്ടറുമായി പോയി കാണിച്ചു. അപ്പയ്ക്കും ലക്ഷക്കണക്കിന് മക്കൾ യേശുവിനെ കുറിച്ച് അറിയുവാൻ, അവർക്കൂടി ഹൃദയത്തെ കൊടുക്കുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ രാജസ്ഥാനിലായിരുന്നപ്പോൾ എൻ്റെ ആഗ്രഹം സുവിശേഷ വേലയ്ക്ക് തുണയായി ഒരു സഹധർമ്മിണി ദൈവം തരണം. പ്രൈസ് ദി ലോർഡ്. അനേക ആത്മഭാരമുള്ളവർ അവിടെ മാരേജിന് ശേഷം ആത്മഭാരമെല്ലാം പോകുന്ന കാണാൻ സാധിക്കും. അത് കൂടണമെങ്കിൽ തക്ക തുണയെ തേടണം. ഇന്നും തേടുന്നതെല്ലാം ABCD ആണ് എന്ന് പറഞ്ഞാൽ A for age, B for beauty, C for cash, D for dowry, E for education. പോയി ദൈവഹിതം എന്തെന്നുള്ളത് തിരക്കുന്നില്ല. നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഏറ്റവും മുഖ്യം ഇതൊന്നുമല്ല, ദൈവഹിതമാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു നൽകുന്ന ഭാര്യ അവൾ എന്നേക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്നവരവളായിരിക്കണം. നിനക്ക് വേണ്ടി എന്ത് കഷ്ടവും സഹിപ്പാൻ ഒരു മനസ്സുള്ളവരായിരിക്കണം. ഈ ലോകത്തിൽ അമ്മയപ്പനോ ഉണ്ടായിരിക്കുകയല്ല മുഖ്യം, അവൾക്ക് ഉണ്ടായിരിക്കരുത്, ദൈവം അവൾക്ക് സ്വത്തായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേപ്പാളിൽ സുവിശേഷ വേല ചെയ്തവരെ എൻ്റെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു, പൗലോസ് ഇതുപോലെ ഒരു പെൺകുട്ടിയുണ്ട്, അവൾ ഹൈന്ദവ കുടുംബത്തിൽ നിന്നും ദൈവഭാഗത്ത് വന്നതിനാൽ സ്വന്തം സഹോദരന്മാരാൽ, അമ്മയപ്പൻ അവർക്കില്ല, സ്വന്തം സഹോദരന്മാരാൽ മർദ്ദനങ്ങളേറ്റ് പീഡ അനുഭവിച്ചു ഈ സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. പ്രൈസ് ദി ലോർഡ്. ചില പുരുഷന്മാർ ചിന്തിക്കും, നമ്മൾ നാട്ടിലുള്ളപ്പോൾ ഒരു നേഴ്സിനെയോ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറെയോ ഒരു ഡോക്ടർ വിവാഹം കഴിച്ചാൽ വെളിനാട്ടിൽ പോകാം, ഇവരാരും കൊണ്ടുപോകത്തില്ല, എയറോപ്ലെയിൻ കൊണ്ടുപോകും. സ്വത്രം. 1979 വർഷം ഒരിക്കൽ ഞങ്ങൾ കടലോര പ്രദേശത്തുകൂടെ യാത്ര ചെയ്ത് വരവേ, അന്ന് പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കൊച്ചിറക്കാരനായി ഞങ്ങളുടെ ടീമിൻ്റെ ഒരു മെമ്പറായിരുന്നു. ഇതുപോലെ പല അംഗങ്ങൾ യാത്രയുമായിരുന്നു. ഞങ്ങൾ കന്യാകുമാരി മുതൽ ബോംബെ വരെയും കന്യാകുമാരി മുതൽ കൽക്കട്ട വരെയും ഉള്ള പ്രദേശങ്ങളെ, ആരും പോകാത്ത ഏരിയകൾ സുവിശേഷം പ്രസംഗിക്കണം, അറിയിക്കണം. ആരും പോകാത്ത ഹൈ റേഞ്ചിൻ്റെ പ്രദേശങ്ങൾ, പീരിമേട്, കട്ടപ്പന, ഇടുക്കി, കുട്ടിക്കാനം, ആ ഏരിയകളിലെല്ലാം ലയങ്ങളിൽ കർത്താവിന്റെ വേല അറിയിച്ചു വരികയായിരുന്നു. ഞങ്ങളിങ്ങനെ കന്യാകുമാരി മുതൽ ബോംബെക്കുള്ള ആ പ്രദേശത്ത് കർത്താവിന്റെ വേല അറിയിച്ചു പോകവേ, അന്നത്തെ ഞങ്ങളുടെ കിടക്കുകളെല്ലാം കടപ്പുറത്ത് തന്നെ ഫിലിം കാണിച്ചതിന് ശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെയും പ്രവർത്തിക്കും. വൈകിട്ട് ഫിലിം ഷോ കാണിക്കും. അതിനുശേഷം മണലിൽ പില്ല ഉണ്ടാക്കും. മണലിൽ പില്ല ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആമേൻ. കൈ കൊണ്ടൊന്ന് കൂട്ടിയാൽ മതി, സിംഗിൾ പില്ലോ. 2 പ്രാവശ്യം കൂട്ടിയാൽ ഡബിൾ പില്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നാൽ എന്തോ ഒരു സുഖമാ. ഈ കാറ്റത്ത് ഒരു കൊതു പോലും നിൽക്കത്തില്ല. കറണ്ട് കെട്ട് വന്നാലും നമുക്ക് പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നൂത്ത കത്തിയുമായി മീൻ പിടിക്കുന്ന ആളുകൾ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ ഡൈജസ്റ്റ് ആകത്തില്ല. നൂത്ത കത്തിയുമായി നിന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കറിയാം, ഏതായാലും കുത്താൻ പോവുക, ഏതായാലും ഞാനും മരിക്കാനും പോവുക. അതുകൊണ്ട് എന്ത് ചെയ്യാം, തീർത്ത് പ്രസംഗിച്ചിട്ട് മരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും പുറകിൽ കൂടെ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി അവർക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം പ്രസംഗിക്കാൻ പറയും. എന്നാൽ ചില ടൈമിൽ ഇവർ ഇടിക്കുന്ന ഇടി ഹാർട്ടും ലങ്സും എല്ലാം തുടിച്ചിട്ടുണ്ട്. ഇടിയിൽ സൂപ്പർ ഇടി, മീൻ പിടിക്കുന്ന ആളുകളുടെ ഇടി 1. 2, ഈ കരിമ്പന കയറുന്ന ആളുകളുണ്ട്. അവിടെ നെഞ്ചും കൈയുമെല്ലാം ഈ തടി പോലിരിക്കും പന കയറുന്ന ആളുകൾ. ബാക്കിയുള്ള ഇടിയെല്ലാം മൈനർ ഇടികളാണ്. ആമേൻ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്വത്രം. ആമേൻ, ആമേൻ എന്ന് പറഞ്ഞു പൗലോസ്, ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത്, എൻ്റെ പ്രാണപ്രിയനെ നിത്യതയിൽ മാത്രമേ കാണാൻ നോക്കൂ. എന്നോട് കർത്താവ് ഡേറ്റും മാസവും പറഞ്ഞു. ആ ഡേറ്റിൽ എൻ്റെ മുറിയിൽ മന്നം പുഞ്ചിരിയോടെ വെള്ള നിലയങ്കി ധരിക്കപ്പെട്ടവനായി, അവൻ്റെ കണ്ണുകൾ അഗ്നിജോലയ്ക്കൊത്ത കണ്ണുകൾ, അവൻ്റെ ഒറ്റ നോട്ടത്തിൽ എല്ലാം അവന് കാണാം, എല്ലാം അറിയാം. We cannot hide anything in the face of Jesus Christ. He came near to me. അവൻ എൻ്റെ അടുക്കലേക്ക് വന്നു, എന്നെ ടച്ച് ചെയ്തു, എന്നോട് പല കാര്യങ്ങൾ സംസാരം ആരംഭിച്ചു. അവൻ്റെ മുഖത്തിൽ നിന്നൊരു പ്രകാശം എൻ്റെ ഓൾ ബോഡിയിൽ അടിച്ച് എന്നെ ഇലുമിനേറ്റ് ചെയ്തു. എനിക്ക് ഒരുപാട് കാര്യം പറയണമെന്നുണ്ട്. ഒരു മരിച്ചവനെ പോലെ ഞാനായി. എൻ്റെ അടുക്കൽ അല്പസമയം നിന്നതിന് ശേഷം വന്ന ക്രിസ്തു അതുപോലെ തന്നെ മന്നം തിരിച്ച് പോയി അപ്രത്യക്ഷം. അതുവരെയും
യേശുവിനോട് ഒരുപാട് കാര്യം ചെയ്യണം എന്ന ചിന്ത മാറിയതിനു ശേഷം യേശുവിനോട് അവനിൽ അബൈഡ് ചെയ്യണം, അവനിൽ പ്രമോദിക്കണം, അവനെ സന്തോഷിപ്പിക്കണം, അവനോട് ചേർന്നിരിക്കണം. ആ ഒരു നിലയിൽ എൻ്റെ മനസ്സ് മാറുകയുണ്ടായി. ലോകത്തിലെ യാതൊരു സുഖങ്ങളും ഒരു സുഖമായി അനുഭവിപ്പാൻ എനിക്ക് അവസരമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമയങ്ങളിലാണ് 1979 പ്രത്യേകിച്ച് ആ പീരീഡിൽ ഇന്ത്യയിൽ ഒരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിപ്പാനുള്ള പ്രാർത്ഥനയുടെ ഒരു മാൻഡിൽ എൻ്റെ മേൽ കർത്താവ് ഇടുകയായിരുന്നു. ആ സമയങ്ങളിൽ OP ത്യാഗി എന്നു പേരുള്ള ഒരു MP ആന്റി കൺവേർഷൻ ബിൽ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു മെമ്മോറാണ്ടം പാർലമെന്റിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മെമ്മോറാണ്ടം പാസ്സായാൽ ഇന്നത്തെ പോലെ സുവിശേഷം പ്രചരിപ്പിക്കാനോ, സുവിശേഷ വേല ചെയ്യാനോ, ചർച്ചകൾ പ്ലാന്റ് ചെയ്യാനോ, സെമിനാറുകൾ നടത്താനോ ഒന്നിനും സാധ്യമല്ല. ഇതിനെല്ലാം ബൈൻഡ് ചെയ്തുകൊണ്ടുള്ള ബില്ലാണ്. ഈ ബില്ല് പാസ്സാകണമെന്ന് ഓർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാസർഗോഡ് മുതൽ കളിയിക്കുള്ളവരുള്ള ക്രിസ്ത്യ ജനങ്ങൾ ഒരു കുറിപ്പിട്ട ഡേയിൽ ലോറികളിൽ, വാനുകളിൽ, കാറുകളിൽ സെക്രട്ടേറിയറ്റിനെതിരായി മാർച്ച് ചെയ്തുകൊണ്ട് OP ബിൽ പിൻവലിക്കണം എന്ന് മുദ്രാവാക്യം മുഴക്കി. അതിൽ ചേരുവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ അനുവദിച്ചില്ല. എൻ്റെ വീട്ടിൻ്റെ സൈഡിലെ റൂമിൽ ഇരുകൊണ്ട് ഇതിനെതിരായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സമരങ്ങളെല്ലാം തീർന്നതിന് ശേഷം ശാന്തമായി കർത്താവിനോട് ഇടപെട്ടു. പൗലോസ്, ഈ ബില്ലിനെതിരായി പ്രാർത്ഥിക്കാൻ നീ നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോകണം. ഇപ്പോൾ 1,00,000 പേരൊക്കെ സംബന്ധിക്കുന്ന കൂട്ടത്തിൽ ഒരാളായി പോയാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ ആരെങ്കിലും അധികാരികൾ ഇടപെട്ട് നിങ്ങൾ റിലീസ് ചെയ്യും. ഒറ്റയ്ക്ക് പോയാൽ അവൻ്റെ തോലും രോമവും പുറത്ത് കാണിക്കത്തില്ല. ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി ഒരു വലിയ ബാനർ എഴുതി, OP ത്യാഗിയുടെ ബിൽ പിൻവലിക്കുക. ചെറിയ ബാനറുകൾ, മറ്റൊരുത്തരിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഒരിക്കൽ മരിക്കുകയും പിൻപ് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അന്ന് എനിക്ക് 2 മക്കൾ. മൂത്തവരെ ഒരു ബില്ലി ഗ്രഹാം, രണ്ടാമത്തെ പേര് ഇസ്രായേൽ. അവൻ 5 വയസ്സും, മൂത്തവൻ 5 വയസ്സും, രണ്ടാമത്തവന് 2.5 വയസ്സും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാത്രി 8 മണി അവരുടെ ബെഡിൽ തലയുടെ ചരിഞ്ഞ് ഉറങ്ങുന്ന പിഞ്ചു പൈതങ്ങൾ. അവരെ എടുത്തൊരു മുത്തം കൊടുത്തിട്ട് പോകാം, ഞാൻ തിരിച്ചു വരത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അവർ മുത്തം കൊടുത്തിട്ട് പോകാമെന്ന് ഉള്ളിൽ പ്രേരണ. രാത്രി 2 പിള്ളേർ ഒരുമിച്ച് കരഞ്ഞാൽ പാവം തള്ള എങ്ങനെ ഈ പിള്ളേർ അമർത്തും? എൻ്റെ കണ്ണ് കുളിരെ 2 പിഞ്ചു മക്കളുടെ മുഖത്തെ ഞാൻ കണ്ടു. റൂമിൻ്റെ പുറത്തിറങ്ങി എൻ്റെ പ്രിയഭാര്യയോട് പറഞ്ഞു, നമുക്ക് വേണ്ടിയല്ല, ജീവിക്കാൻ ദൈവം എല്ലാ സൗഭാഗ്യവും നൽകിയിട്ടുണ്ട്. ഈ സുവിശേഷ സാമ്രാജ്യം നമ്മുടെ ഭാരതത്തിൽ ഇനിയും വളരപ്പെടുവാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ ഭാര്യ പറഞ്ഞ ഒരേ മറുപടി, നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ, നമുക്ക് അവിടെ വെച്ച് കാണാം. സഹോദരന്മാരെ, 50 ലക്ഷം രൂപയും ഒരു ഭൂതത്തെയും കൊണ്ടുവരുന്നതിനേക്കാൾ പരിശുദ്ധാത്മ നിറവുള്ള ഒരു ഭാര്യ ലഭിച്ചാൽ നിന്റെ കുടുംബം നന്നാവും, അനുഗ്രഹം ഉണ്ടാവും. എൻ്റെ വിശ്വാസം നമ്മുടെ കേരളത്തിൽ ഒരു കാലം ഉണ്ടാവും, പെൺകുട്ടികളെ പ്രസവിച്ച രക്ഷകർത്താക്കൾ മகிழ்ச்சிയോടെ സന്തോഷിക്കും. കാരണം ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അനേക പുരുഷന്മാർ ആ സ്ത്രീകൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്ന ഒരു കാലം ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്ടിൽ നിന്നാണ് പോൾ ഗോപാലകൃഷ്ണനെ പ്രാർത്ഥിച്ച് ഹരിയാന ബൈബിൾ കോളേജിലേക്ക് അയക്കുന്നത്. ഞാൻ തന്നോട് പറഞ്ഞു, പോളെ നിനക്കൊരു മാരേജ് ഉണ്ടായാൽ ഡൗറി മേടിക്കരുത്. പല വർഷങ്ങൾക്ക് ശേഷം പോൾ ഗോപാലകൃഷ്ണൻ കത്തെഴുതി, സാറേ, ഒട്ടിയ വയറുമായി ഒരു നല്ല സാരിയില്ലാതെ ഒരു പെൺകുട്ടിയെ കണ്ടു, കല്യാണ കത്തടിക്കാൻ കൈ കാശില്ല, ഞാൻ ഇല്ലൻ്റിൽ സാറിനെ എഴുതി അറിയിക്കുകയാണ്, വരണം. ഞാൻ പോയി പ്രാർത്ഥിച്ചു, തന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറയട്ടെ, നമുക്ക് ഉയർച്ച വരുന്നത് ആരുടെയും പണം കൊണ്ടൊന്നല്ല ഉയരുന്നത്, സ്വർഗത്തിൽ നിന്ന് ഉയർച്ച വരുന്നു. നമ്മുടെ ചിന്തകൾ മാറണം, ആശയങ്ങൾക്ക് വ്യത്യാസമുണ്ടാകണം, ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ കടന്നുപോയി മുണ്ടക്കയം സ്വദേശിയായ ഫിലിപ്പ് വർഗീസ് എന്നൊരു ബ്രദർ, നല്ലൊരു ധൈര്യമുള്ളൊരു ബ്രദർ, അദ്ദേഹം ഞാനും വേണ്ടി കടന്നുപോയി. ഒരു ടെൻറ്റ് കെട്ടാനായിട്ടുള്ളത് ബാംബൂസ്, അതിന് ടാർപ്പ എല്ലാം കൊണ്ടുപോയി തമ്പാനൂരിൽ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറ്റി ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നു. സെക്രട്ടേറിയറ്റ് 2 വാതിലുണ്ട്, ഒന്ന് വടക്ക് പടിഞ്ഞാറ് വാതിലും
മറ്റൊന്ന് തെക്ക് പടിഞ്ഞാറ് വാതിലും. വടക്ക് പടിഞ്ഞാറ് വാതിലിൻ്റെ അടുക്കലാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ തന്നെ ഷെഡ് കിട്ടി. അപ്പോൾ ആദ്യം നടക്കണ്ട, ഏതായാലും കുറച്ച് നടന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 1 മണിക്കൂർ കഴിഞ്ഞു. പോലീസ് അതിൽ കടന്നു വന്നു. നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറസ്റ്റ് വരിക്കാൻ നിങ്ങൾ റെഡിയായി വന്നിരിക്കുക. ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാരണം ഞങ്ങൾ ആദ്യം ഒന്ന് പൂജപ്പുരയ്ക്ക് പോയാൽ പുറകെ അനേകർക്ക് വരാനൊരു ധൈര്യമുണ്ടാവും. അതിന് പേരാണ് പൈനിയർ സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ല. ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ കല്യാണി അമ്മ എന്ന് പേരുള്ള ഒരു വിഡോ, 2 പെൺകുട്ടികളുടെ അമ്മ, ആ സെക്രട്ടറിയിൽ ഒരു സെക്രട്ടറി, എന്നെ അറിയാം, അവൾ ന്യൂസ് അവിടെ കാതിൽ പോയി. അവിടെ ഷെഡിലേക്ക് കടന്നു എന്ന് പറഞ്ഞു, പൗലോസ് ബ്രദർ ഈ ബില്ല് പാസ്സാകരുത്, നമുക്ക് പ്രാർത്ഥിക്കണം. ആ ഷെഡിൽ അവൾ മുട്ടുകുത്തി. പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീക്കായി ഒരു ഹിന്ദു കൺവേർട്ട്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക പിയൂൺസ് കടന്നു വന്നു, അവരും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് കണ്ട കാഴ്ച, അവിടെ നിന്ന് ഒരു യുവാവ് കയ്യിൽ ഒരു ലഘുലേഖമായി വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ ചോദിച്ചത് എവിടെ നിന്നാ? മറു ഗേറ്റിൽ ഒരു ലേഡി നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ട്രാക്റ്റ്. അപകടകരമായ കാര്യം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പ്, നിങ്ങൾ പ്രാർത്ഥിക്കുക, അവിടെ പോയി ഏത് സ്ത്രീയാണ് നോക്കിയിട്ട് വരാം. ഞാൻ പതുക്കെ അങ്ങോട്ട് പോയി. ഒരു മെലിഞ്ഞ ഒരു സ്ത്രീ, 2 തോളിലും 2 സഞ്ചിയുണ്ട്. ആരുടെ മുഖത്ത് നോക്കാതെ വരുന്ന എല്ലാ അധികാരികൾക്കും ഗേറ്റിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യം പുറകുഭാഗം കണ്ടപ്പോൾ ആളിന് വ്യക്തമായി മനസ്സിലായില്ല. ഞാൻ കുറേ ഫ്രണ്ടിലോട്ട് പോയി പിന്നെ നല്ല പരിചയമുള്ള സ്ത്രീയാണ്, മറ്റാരുമല്ല, എൻ്റെ ഭാര്യയായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് നീ ചെയ്യുന്നത്? അവൾ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാൻ ഓർത്തു അവിടെ വെച്ച് കാണാമെന്നല്ല, അവിടെ വെച്ചല്ല, നിങ്ങളിന്ന് പോയി, ഞാൻ നാളെ വരുന്നു. സ്വോത്രം. നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതേ പോലീസും ബസ്സും വരട്ടെ, എന്നെയും അറസ്റ്റ് ചെയ്യട്ടെ, നമുക്ക് ഒരുമിച്ച് സുവിശേഷത്തിന് വേണ്ടി ജയിലിൽ പോകാം. നമ്മുടെ മക്കളെ ദൈവം നോക്കിക്കൊള്ളും. ആ 2 മക്കളെയും ദൈവം അമേരിക്കയിൽ അയച്ചു പഠിക്കാൻ, നല്ല ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ ദൈവത്തിന് വേണ്ടി ഒന്നും നഷ്ടപ്പെടാൻ തയ്യാറായാൽ അതിനെ ലാഭമാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് നമുക്ക് നഖം നനയാതെ നത്തയെടുക്കണം, ഒരു നഷ്ടവും സഹിക്കരുത്. നോ 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 നോ. ഈ മാർഗം ക്രൂശ് എടുത്ത് പിൻപറ്റുന്ന മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. 1979 വർഷം ഒരു ഓപ്പൺ വിഷൻ ഞാൻ കാണുകയാണ്. പോസ്റ്റ്മാൻ വീട്ടിലേക്ക് വരുന്നു. എൻ്റെ കയ്യിൽ 200 രൂപ മണി ഓർഡർ എടുത്ത് തരുമ്പോൾ ഒരു ആശരീരി ശബ്ദം, ഈ പണം ജോയിക്കുട്ടി ചാക്കോ ചോറ്റാനിക്കര എറണാകുളത്ത് നിന്നും അയക്കുന്ന പണം നിങ്ങൾക്ക് രാമേശ്വരത്തേക്ക് പോകാൻ. രാമേശ്വരം, നീലേശ്വരം കേട്ടോട്ടെ. നീലേശ്വരം നമ്മുടെ സംവയർ നോർത്ത് ഓഫ് കേരള. ഇത് നീലേശ്വരമല്ല, രാമേശ്വരം. വെരി ക്ലിയർ. അനേക ചോദ്യം. സഭയുണ്ടോ? സ്കൂളുണ്ടോ? ഇതിനെല്ലാം മറുപടി ഒന്നുമില്ല, പക്ഷെ ദൈവസാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് കർത്താവ് പറയുമ്പോൾ എൻ്റെ മൂത്ത മകൻ 2ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 2ാമത്തെ മകൻ 1ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 3ാമത്തെ മകൾക്ക് 2.5 വയസ്സ്, ഭാര്യ 8 മാസം ഗർഭിണി. നിങ്ങൾ ചിന്തിക്കും ഈ ഭാഷയ്ക്ക് എത്ര മക്കളുണ്ട്? സ്വോത്രം. ഞാൻ നാളെ പറയാം. സ്വോത്രം. ആമേൻ. മക്കളെ കൊണ്ട് ആവനാഴിക നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഇത് സത്യം. ആമേൻ. അനേക ചോദ്യങ്ങൾ. അവിടെ പോയാൽ എവിടെ പാർക്കും? വൈഫിൻ്റെ ഡെലിവറി, പിള്ളേരുടെ വിദ്യാഭ്യാസം, ഫ്യൂച്ചർ എന്താകും? അതിനെല്ലാം മറുപടി യഹോവയിരേ. ഇന്നും ജീവിക്കുന്ന ദൈവം നമുക്ക് മതിയായവൻ. ഈ 200 രൂപ എന്നുള്ളത് അവിടെ പോയി അതൊരു ദ്വീപാണ്. ഇന്ത്യക്കും സിലോണിനും ഇടയ്ക്കുള്ള ഒരു ദ്വീപ്. അവിടെ നിന്നും സിലോണിലേക്ക് ഒരു 30 കിലോമീറ്ററേ ഉള്ളൂ. അന്ന് കപ്പൽ സർവീസ് ഉണ്ടായിരുന്നു പോകാനായിട്ട്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് സുവിശേഷം അറിയിപ്പാൻ ഒരു സുവിശേഷൻ കടന്നുപോയി. ഫസ്റ്റ് ഡേ അവിടെ സുവിശേഷ വിരോധികളാൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. ഇന്ത്യയിലെ 2nd പിൽഗ്രിം സെൻറ്റർ.
കാശി, രാമേശ്വരം. ആ പോയ സുവിശേഷകനെ അവർക്ക് അവിടുത്തെ ഭാഷ അറിയാമായിരുന്നു. അവിടുത്തെ സുവിശേഷ വിരോധികൾ പോയ അന്ന് തന്നെ കഴുത്തിനെ അറുത്തു, തല കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ചു. പിന്നീട് അതേ പാർട്ടി എന്നെ ചലഞ്ച് ചെയ്തു, നിന്റെ കഴുത്തെടുത്ത്. ഞാൻ പറഞ്ഞു, ഞാൻ കഴുത്ത് കൊണ്ടുപോകാൻ വന്നവനല്ല. സ്തോത്രം. അപ്പോൾ പിന്നെ എടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അനേക ചോദ്യങ്ങൾ. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു ബാങ്കിൽ. ആ പണം ബാങ്കിൽ കിടന്നാൽ കഷ്ടത ഉണ്ടാകുമ്പോൾ, ഞെരുക്കമുണ്ടാകുമ്പോൾ തിരിച്ചു വരാനുള്ള പ്രേരണ ഉണ്ടാവും. അതുകൊണ്ട് അതിനെ വിഡ്രോ ചെയ്തു, ക്രൂസൈഡുകൾ നടത്തി, വെയിറ്റ് ചെയ്ത്, എല്ലാം പാക്ക് ചെയ്തു പോകാൻ. ദൈവം ഒരു വിഷൻ കാണിച്ചാൽ, ദർശനം കാണിച്ചാൽ, ഒരു പ്രൊഫസി പറഞ്ഞാൽ നിറവേറാൻ നമുക്ക് 2 കാര്യങ്ങൾ ആവശ്യം. 1, ദീർഘക്ഷമ നമുക്ക് ആവശ്യം. 2, വിശ്വാസം നമുക്ക് ആവശ്യം.